ദൈവത്തിൻ്റെ ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി നമുക്ക് സമാഗതമാകുകയാണല്ലോ. ഈ സമയത്തെ നമ്മുടെ അല്പ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന സന്ദർഭമാണല്ലോ ക്രിസ്മസ് കാലം. മനുഷ്യവർഗത്തിനോടുള്ള സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് നിത്യനായ ദൈവം മനുഷ്യാവതാരം വഴി മാനവ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ക്രൂശ് മരണം, ഉയിർപ്പ്, സ്വർഗാരോഹണം, സഭയെ ചേർക്കുവാനുള്ള വരവ്, സഹസ്രാബ്ദ വാഴ്ച, ഇവയെക്കുറിച്ചെല്ലാം ക്രിസ്തുവിൻ്റെ ജനനത്തിനും എത്രയോ വർഷങ്ങൾ മുമ്പ് ദീർഘദർശികൾ അഥവാ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചും തിരുവചനത്തിൽ നമുക്ക് കാണാം. അവ സംഭവിക്കാനുള്ള മുഖാന്തരങ്ങളെ കാലാകാലങ്ങളിൽ ദൈവം ക്രമീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. യേശു എവിടെ ജനിക്കും? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മിഖായേൽ പ്രവചിക്കപ്പെട്ടു. മീഖ 5-ാം അധ്യായം 2-ാം വാക്യം, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായി ഇരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. യഹൂദയിലെ എഫ്രാത്ത് ജില്ലയിലെ ചെറുത് എന്ന് വച്ചാൽ എളിയ അഥവാ അധികമൊന്നും അറിയപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു ബേത്ലഹേം. യെരുശലേമിൽ നിന്നും 6 മൈൽ തെക്കുമാറിയാണ് ബേത്ലഹേം സ്ഥിതി ചെയ്യുന്നത്. ദാവീദ് രാജാവും ഈ ബേത്ലഹേമിലാണ് ജനിച്ചത്. 1 ശമൂവേൽ 16-ാം അധ്യായം 1-ാം വാക്യം, ബേത്ലഹേമ്യനായ ഇശായിയുടെ മകനായ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകനെ നിയോഗിക്കുന്നതായി കാണാം. യഹൂദാ സഹസ്രങ്ങളിൽ ഒന്നായി എണ്ണുവാൻ പോലും കഴിയാത്ത ഈ ബേത്ലഹേം യേശുവിൻ്റെ ജന്മസ്ഥലമായി. ഇസ്രായേലിൻ്റെ അധിപതിയും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തു ഇവിടെ ജനിച്ചതിനാൽ ഈ സ്ഥലം ലോകത്തിൽ വിസ്തൃതമായി തീർന്നു. ലോകരക്ഷിതാവിന് ജനിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഈ സ്ഥലം അറിയാത്തവർ ആരുമില്ല. അവൻ്റെ ഉദ്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും ആണ്. പണ്ടേ ഉള്ളത് എന്ന് പറയുമ്പോൾ അവൻ നിത്യത മുതലുള്ളവനാണ്. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യത്തെ ഇവിടെ കാണാം. പുരാതന നിത്യതയിൽ പിതാവായ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന വചനമാണ് ജഡം ധരിച്ച് മനുഷ്യനായി അവതരിച്ചത്. ആ ജനനത്തെക്കുറിച്ച് ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പ്രവാചകനായ യെശയ്യാവ് ക്രിസ്തുവിന് 700 വർഷം മുമ്പ് പറഞ്ഞു. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെ സുവ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് ഇത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. തക്ക സമയത്ത് അനാദിയായ ദൈവപുത്രൻ കന്യകാ ജനനത്തിലൂടെ ജഡശരീരം സ്വീകരിച്ചു. ഭൂമിയിലേക്കുള്ള അവൻ്റെ ആഗമനം ബേത്ലഹേമിൽ നിന്നാണ്. എന്നാൽ ദൈവപുത്രൻ എന്ന നിലയിൽ അവൻ്റെ പുറപ്പാട് നിത്യത മുതൽ ഉള്ളതാണ്. നിത്യത മുതൽ നിത്യത വരെയും അവൻ ദൈവം തന്നെയാണ്. യേശു എവിടെ ജനിക്കും എന്ന് പരിശോധിക്കുമ്പോൾ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ
വെളിപ്പെടുത്തിയ വചനം നിറവേറപ്പെടുവാൻ ഇടയായ സംഭവം കൂടി നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസറുടെ ആജ്ഞ പുറപ്പെട്ടു. കുറേനിയോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. BC 31 മുതൽ AD 14 വരെ ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു ഔഗസ്തോസ് കൈസർ. ജാതീയനായ ഈ ചക്രവർത്തി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. തൻ്റെ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് അഥവാ സെൻസസ് നടത്തണം. 14 വർഷത്തിലൊരിക്കലാണ് അവിടെ ഈ സെൻസസ് നടന്നിരുന്നത്. ഭരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും പട്ടാള സേവനത്തിനും ജനങ്ങളെ നിയോഗിക്കുന്നതിനും ഈ കണക്കുകൾ പര്യാപ്തമായിരുന്നു. യേശുവിൻ്റെ വളർത്തപ്പനായി അറിയപ്പെട്ട യോസെഫ് ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉൾപ്പെട്ടവനായിരുന്നതിനാൽ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയയെയും കൂട്ടിക്കൊണ്ട് ഗലീലയിലെ നസ്രത്തിൽ നിന്നും എഫ്രാത്തിലെ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ച് അവിടെ എത്തി. ബേത്ലഹേം ജനനിബിഡമായിരുന്നതിനാൽ വഴിയമ്പലത്തിൽ പോലും സ്ഥലം ലഭിച്ചില്ല. അവിടെ വച്ച് മറിയ തൻ്റെ ആദ്യജാതനെ വാഗ്ദത്തപുത്രനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി ആ ദിവ്യ പൈതലിനെ പശുത്തൊട്ടിയിൽ കിടത്തി. 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മീഖായിൽ കൂടി ലോകത്തിന് നൽകിയ അരുളപ്പാട് അഥവാ പ്രവചനം നിവൃത്തിയാകേണ്ടതിന് ദൈവം ജാതീയ രാജാവായ ഔഗസ്തോസ് കൈസറെ ഉപയോഗിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, ദൈവവചനം എത്ര സത്യമാണ്! നമ്മുടെ ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? മീഖാ പ്രവാചകന്റെ സമകാലികനായ യെശയ്യാ പ്രവാചകൻ ഈ ജനനത്തെക്കുറിച്ച് യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇടയന്മാർ കേട്ട സുവാർത്ത ഭയപ്പെടേണ്ട. ബേത്ലഹേം പട്ടണത്തിന്റെ പരിസര പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്തിരുന്ന ഇടയന്മാർക്ക് ഒരു ദൈവദൂതൻ പ്രത്യക്ഷനായി ഈ ദിവ്യ ജനനത്തിന്റെ സദ്വാർത്തമാനം അവരെ അറിയിച്ചു. ഹോരേബ് മലയിൽ ഇടയനായി ജീവിച്ച മോശയുടെയും ബേത്ലഹേമിലെ ഈ മലനിരകളിൽ തന്നെ ആടുമേയിച്ചു നടന്ന ദാവീദിന്റെയും കാലം മുതൽ തന്നെ ഇടയന്മാർ ദൈവഭക്തരും നിഷ്കളങ്കരും ആയിരുന്നു. പകൽ മുഴുവൻ ആടുകളെ മേയിച്ചു നടന്ന് ക്ഷീണിതരായ അവർക്ക് രാത്രിയിലും ശരിയായ വിശ്രമം കിട്ടിയിരുന്നില്ല. ഉറക്കമൊഴിഞ്ഞ് അവയെ കാത്തു സൂക്ഷിക്കണം. ചെന്നായ്ക്കളോ മറ്റു ദുഷ്ടമൃഗങ്ങളോ ഏതു സമയവും ആടുകളെ ആക്രമിച്ചു എന്ന് വരാം. കള്ളന്മാരിൽ നിന്നും ആപത്തുണ്ടാവാം. ഇതെല്ലാം അവരെ ഭയപ്പെടുത്തിയിരുന്നു. വിജനമായ പ്രദേശത്ത് അന്ധകാരം അവർക്ക് ഭയം ജനിപ്പിക്കുക. അധികാരത്തിലുണ്ടായിരുന്ന റോമ ഗവൺമെന്റിനെ ഭയമായിരുന്നു. ആടുകൾക്ക് വിപണിയിലുണ്ടാകുന്ന വിലയിടിവ് ആശങ്കാജനകമാകാം. പകലത്തെ ചൂടും രാത്രിയിലെ തണുപ്പും അവരെ രോഗാതുരരാക്കാം. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വസ്തയോടെ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിക്കാത്ത നിഷ്കളങ്കരായിരുന്നു അവർ. അതിനാൽ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സുവാർത്ത ആദ്യം അറിയുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. 2024 ഈ ക്രിസ്മസ് കാലത്ത് പലതുകൊണ്ടും നാം ഭയചകിതരല്ലേ? എന്തെല്ലാം ഭയങ്ങളാണ് നമ്മെ അലട്ടുന്നത്! ഭൗതിക ജീവിതത്തിൽ എന്തൊരു ടെൻഷനാണ്! രോഗം, ദുഃഖം, ദുരിതം, സാമ്പത്തിക ഭാരങ്ങൾ, യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മഹാരോഗങ്ങൾ, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം ആണ്. ഇടയന്മാരെ പോലെ നിഷ്കളങ്കരായി ദൈവത്തിൽ ആശ്രയിക്കാം. ഇടയന്മാരുടെ എല്ലാ ഭയങ്ങളും കണ്ണിമയ്ക്കുന്നതിനിടയിൽ മാറിമറഞ്ഞു. അവർ സന്തോഷഭരിതരായി തീർന്നു. കാരണം കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവരുടെ ചെറിയ ഭയങ്ങളെല്ലാം ദൈവഭയത്താൽ മാറ്റപ്പെട്ടു. പരിശുദ്ധനായ ദൈവത്തെ പറ്റിയുള്ള ഭയഭക്തിയിൽ അവർ നിറയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു,
സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ശിശുവിനെ തിരിച്ചറിയുവാനുള്ള മാർഗവും അവർക്ക് ലഭിച്ചു. തുടർന്ന് സ്വർഗീയ ഗായക സംഘത്തിന്റെ അതിമധുരമായ ഗാനം ദൂതന്മാർ ചേർന്ന് പാടി. അത് ഒരു സ്തുതിഗാനമായിരുന്നു. ഒന്നാമത്തെ ക്രിസ്മസ് ദിനത്തിൽ ഇടയന്മാരുടെ മനസ്സിൽ ഭയപാരവശ്യവും സന്തോഷമാധുര്യമയും നിറഞ്ഞു. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൂതൻ അപ്രത്യക്ഷനായ ശേഷം ഈ വാർത്ത ശരിയോ എന്നറിയുവാൻ അവർ ഇറങ്ങിത്തിരിച്ചു. അവർ യേശു ശിശുവിനെ പശുത്തൊട്ടിയിൽ മറിയയോടും യോസഫിനോടും കൂടെ കണ്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. 2024 ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ലോകചിന്തകളാലും ജഡചിന്തകളാലും ആകുലപ്പെട്ട് നിരാശരായി ഭയപരവേശരായി ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ താങ്കൾ ആയിരിക്കുന്നുവോ? യഥാർത്ഥ സന്തോഷവും സമാധാനവും ഇല്ലാതെ ഉഴലുന്നുവോ? നിങ്ങളുടെ നിരാശയും ഭയവും അകറ്റുവാൻ ലോകരക്ഷിതാവായി ബേത്ലഹേമിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ മതിയായവനാണ്. മനോഹരങ്ങളായ ദീപാലങ്കാരങ്ങൾ കൊണ്ടോ നക്ഷത്ര വിളക്കുകൾ തൂക്കിയതുകൊണ്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതുകൊണ്ടോ പുൽക്കൂടുകൾ തയ്യാറാക്കിയതുകൊണ്ടോ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിലൂടെ സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ടോ സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചതുകൊണ്ടോ യഥാർത്ഥ സമാധാനം ലഭ്യമല്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെയെല്ലാം ലഭിക്കുന്ന സന്തോഷം നൈമിഷികമാണ്. എന്നാൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ഉദിച്ചുയർന്ന ലോകരക്ഷിതാവാകുന്ന ദിവ്യ നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവീക തേജസ്സാൽ നിങ്ങളുടെ അന്ധകാരാവസ്ഥയെ പ്രകാശപൂരിതമാക്കും. ഭയവും നിരാശയും ഓടിമറയും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവും ലക്ഷ്യബോധവും ഉണ്ടാകും. നിങ്ങൾ ഒരു ദൈവ പൈതലായി തീരും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് യേശു കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവസാനമായി ഈ ഇടയന്മാർ ദൈവദൂതന്മാർ തങ്ങൾക്ക് പ്രത്യക്ഷനായതും തങ്ങളെ അറിയിച്ച സദ്വാർത്തയും അവർ പറഞ്ഞ പ്രകാരം പുൽക്കൂട്ടിൽ യേശു ശിശുവിനെ കണ്ട വിവരവും മറ്റുള്ളവരോട് പറഞ്ഞു. കേട്ട എല്ലാവരും ആശ്ചര്യഭരിതരായി. ലോകരക്ഷിതാവായി പിറന്ന യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ ഈ ഇടയന്മാർക്ക് കഴിഞ്ഞു. ലോകരക്ഷിതാവായ ആ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സദ്വാർത്ത ആദ്യം അറിയുവാനുള്ള ഭാഗ്യം ഈ നിഷ്കളങ്കരായ പാവപ്പെട്ട ഇടയന്മാർക്ക് ലഭിച്ചു. ഈ സന്തോഷ വാർത്ത ആദ്യം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഭാഗ്യവും അവർക്ക് ലഭിച്ചു. സുഹൃത്തെ, ഈ സദ്വാർത്ത ഇന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ താങ്കൾ കടപ്പെട്ടവനാണ്. ഈ സമയം വരെ എന്നെ ശ്രമിച്ച പ്രിയ സഹോദര സഹോദരി, ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷവും സമാധാനവും താങ്കൾ പ്രാപിച്ചുവോ? ഇല്ല എങ്കിൽ 2024 ഈ ക്രിസ്മസ് കാലത്ത് താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ അവതരിച്ച് 33 വർഷക്കാലം പാപമൊഴിക സർവത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട യേശു കാൽവറി ക്രൂശിൽ താങ്കളുടെ പകരക്കാരനായി മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കൾക്കായി മധ്യസ്ഥത അണയ്ക്കുന്നു. താങ്കളെ ദൈവം വളരെ സ്നേഹിക്കുന്നു. മാനവജാതിയോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം ആണ് സ്വന്തം പുത്രനെ കാൽവറി ക്രൂശിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ താങ്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ക്രിസ്മസ് അർത്ഥപൂർണമായി തീരട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവമേ, അവിടുത്തെ തിരുജനനത്തെ കൊണ്ടാടുന്ന ഈ നാളുകളിൽ ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ഇടയന്മാരെ പോലെ ഞങ്ങളുടെ രക്ഷിതാവായ അങ്ങയിലൂടെ ദിവ്യ സമാധാനം പ്രാപിച്ച് സന്തോഷിപ്പാൻ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും ഒരുക്കണമേ. ഞങ്ങളുടെ സന്തോഷം
മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സഹായിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരകനായി അവതരിച്ച യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭീരുത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും ആത്മാവിനെ നീക്കി സന്തോഷത്താലും ദിവ്യസമാധാനത്താലും നിറയ്ക്കണമേ. ഭയപ്പെടേണ്ട എന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ പിൻപറ്റുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം അരുളണം സ്വർഗീയ പിതാവേ, ആമേൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സന്തോഷകരവും സമാധാനപൂർണവുമായ ക്രിസ്മസ് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. One day walk on water. Mary, did you know that your baby boy would save our sons and daughters?